നമസ്കാരം കൂട്ടുകാരെ, നിത്യതി നൃത്തനാട്യ കലാലയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ, ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയോ അലങ്കാര പരിപാടികളൊക്കെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒപ്പിക്കുന്നുണ്ട്. അതെ, എന്റെ സ്വന്തം സഖി, എന്റെ അമ്മക്കുട്ടി നിത്യതി സിദ്ധിദാത്രിയുടെ പിറന്നാളാണ്. അപ്പോ ഞാനും എന്റെ കുട്ടികളും ചേർന്ന് കുറച്ച് ഒരു സർപ്രൈസ് ആൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആളുടെ റിയാക്ഷൻ ഒന്ന് കണ്ടാലോ? Happy birthday to you. കൂട്ടുകാരെ, ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവൾ എന്തുമാത്രം സന്തോഷത്തിലാണ് എന്നുള്ളത്. സത്യത്തിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും അതിലേറെ ഒരുപാട് നല്ല നല്ല മൊമെന്റ്സും ഓർമ്മകളും ഈ ജന്മം എന്തുമാത്രം പുണ്യം ചെയ്തതാണ് എന്നുള്ളത് എന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന നല്ല നല്ല മൊമെന്റ്സ് എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ അവൾക്ക് വേണ്ടി ചെയ്തു. കൂടെ അത്രയും സപ്പോർട്ടായിട്ട് എൻ്റെ മീനമ്പലത്തെ സ്റ്റുഡൻസും അവരുടെ പേരൻസും ഒരു ഫാമിലി പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവളുടെ ബർത്ത്ഡേ ആണെങ്കിൽ കൂടിയും ഒരു പക്ഷേ അവളേക്കാൾ കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് ഞാനായിരിക്കണം. വേറൊന്നുമല്ല, അവളുടെ ആ സന്തോഷവും എക്സൈറ്റ്മെന്റും കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനൊരു സെലിബ്രേഷൻ ഞാൻ അറേഞ്ച് ചെയ്തത്. ഇനി അവളുടെ അഭിപ്രായം കൂടി നമുക്കൊന്ന് അറിഞ്ഞാലോ? അപ്പോൾ സിദ്ധി ടീച്ചറെ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, സത്യമായിട്ട് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. എനിക്ക് ഒരുപാട് സന്തോഷമായി. കരയും അല്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാനിങ്ങനെ കയറി വന്നപ്പോഴും മീനാക്ഷി ടീച്ചർ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ അരമണ്ഡലം കൊട്ടുന്ന ശബ്ദമൊക്കെ കേട്ടപ്പോൾ ഞാൻ ക്ലാസ് എന്നുള്ള രീതി കയറി വന്ന് ഞാൻ പെട്ടെന്ന് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അതും കുഞ്ഞു മക്കള് സഹിതം അത്ര നമ്മുടെ ക്ലാസ്സിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു സെലിബ്രേഷൻ. നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ചെയ്തു. നമ്മുടെ കുട്ടികളെല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഹെൽപ്പിന്. ഒരുപാട് സന്തോഷം. മക്കളെ ഇനി വാ അവിടെ പോയി എത്തി നോക്കല്ലേ. കണ്ടോ, ഇവരെല്ലാരും ഉണ്ടായിരുന്നു. അപ്പോ ടീച്ചറിന് ഒരുപാട് ഗിഫ്റ്റും ഒക്കെ കിട്ടി. കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം കിട്ടി. പക്ഷെ അതിലൊന്നും അല്ല സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷം. ബിന്ദു ചേച്ചിയുടെ ശ്വാസമാണ് ഈ ബലൂൺ എന്ന് പറയാനായിട്ട് പറഞ്ഞു. അതെ, ശ്വാസം പോലും തന്നെ എനിക്ക് വിഷ് ചെയ്തു. അതെ അതെ, അപ്പൊ അതിൽ കൂടുതൽ എന്തോ വേണം. സത്യം ഒരുപാട് ഒരുപാട് സന്തോഷം. ഇതുവരെ ഒരു പിറന്നാളിന് എനിക്ക് ഇങ്ങനെ ഒരു സമ്മാനം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരുപാട് സന്തോഷം. എൻ്റെ നിത്യതയോട് എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതിൽ, ഇത്രയും മക്കൾ എന്നെ ടീച്ചറെ എന്ന് വിളിക്കുന്നതിൽ, എൻ്റെ നിത്യതയോട്, എൻ്റെ കുഞ്ഞയോട്, എൻ്റെ ഗുരുവിനോട്, എൻ്റെ കൂടെയുള്ള ഇത്രയും പേരോട്, മീനാക്ഷി, ജന, അഭിരാമി, ശ്രീലക്ഷ്മി, അനാമിക, എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി. ഇതുവരെ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള എല്ലാത്തിനോടും ഒരുപാട് നന്ദി. കേറി സിദ്ധി ടീച്ചർ കയറി വന്നപ്പോ എന്റെ കണ്ണാണ് ആദ്യം നിറഞ്ഞത്. എന്താന്ന് അറിഞ്ഞൂടെ എനിക്ക് പെട്ടെന്ന്. പ്രത്യേക നന്ദി. ഇല്ല, എല്ലാരും ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ ഒരു അഭിപ്രായം ആദ്യം ഞാൻ അനുശ്രീന്റെ അടുത്ത് പറഞ്ഞ കാര്യം. അനുശ്രീ ആയിരുന്നു ആദ്യം ഒരു ദിവസം ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അനുശ്രീ ടീച്ചറെ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് എന്നെ വിളിച്ച്. അപ്പൊ ടീച്ചറെ ഇങ്ങനെ ഞാൻ കേക്കിന് പറഞ്ഞിട്ടുണ്ട്, കേക്ക് അപ്പൊ ടീച്ചർ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിയിലുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ മക്കളെ, എന്താ ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ 2 ദിവസത്തിന് മുന്നേ ഇവരൊക്കെ എല്ലാവർക്കും പേഴ്സണലി മെസ്സേജ് ഇട്ട് മക്കളെ ഇങ്ങനെയാണ്. അപ്പോൾ ആരും ഇങ്ങനെ ഇത് പറഞ്ഞില്ല. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഇവിടെ ഇല്ലാത്ത സിറ്റുവേഷൻ കൊണ്ട് കുറച്ച് പേർക്ക് എത്തിച്ചേരാൻ പറ്റാത്തതല്ലാതെ ബാക്കി എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിലും ഒരുപാട് സന്തോഷം. ഇതുപോലെ എപ്പോഴും നമ്മളെ കൂടെ സഹകരിച്ച് സപ്പോർട്ടായിട്ട് ആ ഒരു ഒത്തൊരുമയോടെ പോകണമെന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത വരുന്നുണ്ട് കേട്ടോ. അന്ന് ഞാനായിരിക്കും സർപ്രൈസ്. ഞാൻ നേരത്തെ വന്നിരിക്കും, 7 മണിക്ക് ഇവിടെ വന്നിരിക്കും. എനിക്കൊന്ന് കാണണമല്ലോ. അല്ല, അന്ന് നടത്തൂല ഞാൻ. അടുത്ത ദിവസം അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം പറഞ്ഞത് കാര്യമായി. 2 ദിവസം ഞാൻ പ്രതീക്ഷിക്കും. അന്ന് അവധി.
അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ നമുക്ക് പ്രതീക്ഷിക്കാത്ത ദിവസങ്ങളിലായിരിക്കും. അതായത് ഒരു വർഷം കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ദിവസം ഇല്ല. കൃഷ്ണ ജയന്തി എന്നാണോ അന്ന് എന്റെ ബർത്ത്ഡേ ആയിരിക്കും. അപ്പോൾ അതെ, അതുകൊണ്ട് പ്രീ പ്ലാൻ ചെയ്യുന്നത് കുറച്ച് നേരത്തെ കൂട്ടി കലണ്ടറൊക്കെ റെഫർ ചെയ്തേ പറ്റത്തുള്ളൂ. എന്റെ അമ്മ എത്തിയിട്ടുണ്ട്. ആണ് സിദ്ധി ടീച്ചർ കുഞ്ഞിലെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സമയമാകുമ്പോ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇതിന്റെ കഥയൊക്കെ. എല്ലാവരുടെയും അത്രയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ആ ഒരു നിത്യതി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ സപ്പോർട്ട് ഇനിയും നമ്മളെ ഇപ്പോൾ ഉള്ളവർ മാത്രമല്ല, നിങ്ങളുടെ കമന്റിലായാലും എല്ലാത്തിലും ആ സപ്പോർട്ടുണ്ട്. അപ്പോൾ അത് മുന്നോട്ട് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാം ഇതിലൂടെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു കുഞ്ഞു ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ചെറു വെളിച്ചമെങ്കിലും പടർത്തുവാനോ അല്ലെങ്കിൽ അവരുടെ മുഖത്തൊരു ചെറു പുഞ്ചിരിയെങ്കിലും വിടർത്തുവാനോ സാധിക്കുമെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭവമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അതുപോലൊരു അനുഭവമായിരുന്നു എനിക്കും അന്നുണ്ടായിരുന്നത്. കൂട്ടുകാരെ, ഇതിനുശേഷവും ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം ഒന്നും ഞങ്ങൾക്ക് എടുക്കുവാൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഇതുവരെ കണ്ടത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.